നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വിദ്യാർത്ഥികൾ വളരെ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരുന്ന കാലമാണിത്. തങ്ങളുടെ കഠിന പ്രയത്നത്തിനെല്ലാം തന്നെ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായും അഭിലാഷങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതായും അനുഭവയോഗ്യമാവുന്നതാണ്. പഠന സംബന്ധമായ പ്രോജക്റ്റുകളും പ്രവർത്തനങ്ങളും പരിപൂർണതയിലെത്തിച്ചേരുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം തന്നെ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ഇനി വിദേശത്ത് പോകുവാനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചില തിരിച്ചടികൾ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ തന്നെയും നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ പൊതുവെ അനുകൂലമായ മാസമാണ് ജൂൺ. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ വളരെയധികം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. പ്രിയപ്പെട്ടവരുടെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനാകുന്നു. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം. സാമ്പത്തിക നില വളരെ അനുകൂലമായി കാണുന്നുണ്ടെങ്കിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ജോലിക്കാർക്ക് ഉദ്യോഗ കയറ്റത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന മാസമാണിത്. എന്നാൽ വീണ്ടുവിചാരമില്ലാതെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. രാഷ്ട്രീയം, രാജ്യസേവനം, പൊതുരംഗങ്ങൾ എന്നീ കർമ്മമണ്ഡലങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മികവ് കാഴ്ചവെക്കാനാവുന്ന മാസമാണ്. തിരഞ്ഞെടുപ്പുകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന മാസമാണിത്. ചിലവ് ചുരുക്കുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. മാസത്തിലെ അവസാന ആഴ്ച സൈനികർക്ക് ജോലിയിൽ സ്ഥാനചലനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയാക്കി ചെയ്തു തീർക്കാനാവുന്നു. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ. ധനപരമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിക്കുവാനായി സാധിക്കുന്നു. വളരെയേറെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാവുന്ന മാസമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ. നിങ്ങൾക്ക് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ജൂൺ മാസം അവസാനത്തോടു കൂടി തന്നെ വഴിമാറുന്നു. വസ്ത്രാഭരണ, ഉപകരണ, ധനലാഭങ്ങളെല്ലാം തന്നെ യോഗമുള്ള മാസം. കൂടാതെ പുതിയ സുഹൃത്തുക്കൾ വഴി മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നടക്കുന്നു. ഇനി നിലവിലുള്ള പൂർവികമായി ലഭിച്ച നിങ്ങളുടെ ഗൃഹം പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരവും ലഭിക്കുന്നു. വിവാഹിതർക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്നേഹവും കരുതലും അനുഭവയോഗ്യമാവുന്നതാണ്. സന്താനഭാഗ്യം, സന്താന ശ്രേയസ് എന്നിവയും കാണുന്നുണ്ട്. സന്താനങ്ങളില്ലാത്തവരാണെങ്കിൽ സന്താനഭാഗ്യം കൈവരുന്നു. ഇനി സിനിമ, കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജൂലൈ അവസാന പാദത്തോടെ മാത്രമേ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കൂ എന്നതുകൊണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ജൂൺ മാസം അത്ര ഗുണകരമല്ലെന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഓഹരി, ഊഹക്കച്ചവടം, ബ്രോക്കർമാർ എന്നിവർക്ക് താരതമ്യേന സാമ്പത്തിക സ്ഥിതി അനുകൂലമാണെന്ന് മാത്രമല്ല, തുടർകാലങ്ങളിൽ നിങ്ങൾക്ക് ഇതുവരെ പ്രാപ്തമായിട്ടില്ലാത്ത തരത്തിലുള്ള കുടുംബ, സാമൂഹിക, സാമ്പത്തിക സമൃദ്ധി കാര്യങ്ങൾ അനുഭവയോഗ്യമാണെന്നാണ് കാണുന്നത്. ജൂൺ മാസാവസാനത്തോടെ തന്നെ അത്തം 3, 4 പാദങ്ങളിലുള്ള നക്ഷത്രജാതർക്ക് അവർ വിവാഹിതരാണെങ്കിൽ കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ, പ്രിയജന വിയോഗം, ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടവും, മൃത്യുഭയം അല്ലെങ്കിൽ മൃത്യു സമാനമായ ഭീതികൾ, ബുദ്ധിമുട്ടുകൾ, ഭീമമായ സാമ്പത്തിക പ്രശ്നങ്ങൾ, സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ, അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ വന്നു ഭവിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ ഇടവിട്ട് രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇഴജന്തുക്കളുടെ കടിയേൽക്കാനുള്ള സാധ്യത, കൂടാതെ നിങ്ങളുടെ പിതാവിനാലുണ്ടാകുന്ന ദുരിതങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ തന്നെ പിതാവ് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ക്ഷേമ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. അതുപോലെ തന്നെ
പിതാവ് മരണപ്പെട്ടവരാണെങ്കിൽ യഥാവിധി പൂർവിക പിതൃകർമ്മങ്ങൾ ആചാര്യോപദേശപ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ നിർവഹിക്കേണ്ടത് ഒട്ടും തന്നെ ഒഴിവാക്കുവാൻ സാധിക്കാത്തതാണ്. മാസം അവസാന വാരത്തിൽ ശ്വാസ, ത്വക്ക്, രക്തസംബന്ധമായ ചില അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ ജലയാത്രകൾ നടത്തുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. ജലവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾക്കുമുള്ള യോഗമുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുമിത്രാദികളുമായി ചെറിയ തോതിലുള്ള വാക്കേറ്റത്തിന് സാധ്യതയുള്ള സമയമാണ്. മനസ്സ് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായി അനുഭവിക്കേണ്ടി വരുന്നു. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്ക് അപകീർത്തി, ശത്രുദോഷങ്ങൾ, വിവിധ വിധത്തിലുള്ള മാനസിക ശാരീരിക അസ്വസ്ഥതകളും അനുഭവിക്കേണ്ടി വരുന്നതിനാൽ നിലവിലുള്ള ദോഷങ്ങൾ മാറ്റുന്നതിനും ഒഴിവാക്കുന്നതിനുമായി പ്രഗത്ഭനായ ഒരു ജ്യോതിഷിയെയോ ആചാര്യനെയോ കണ്ട് പ്രശ്നനിവൃത്തികൾ കഴിയുന്നതും വേഗം ചെയ്യേണ്ടതുമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു ഓർത്തു വെച്ചോളൂ. നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കുന്ന പക്ഷം വളരെ ഗുരുതരവും അപരിഹാര്യവുമായ രീതിയിൽ ജീവിത പ്രശ്നങ്ങൾ മൂർച്ഛിക്കുവാനുള്ള സാധ്യത കാണുന്നു. വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും കർമ്മദോഷാനുഭവങ്ങൾക്കുമെല്ലാം എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ നടത്തുന്നത് ഉത്തമമാണ്. സാധ്യമാണെങ്കിൽ ഈശ്വര പ്രാർത്ഥനയും ആരാധനാലയങ്ങളിലെ ദർശനവും മുടക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്തേക്കാം. അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.